യൂട്യൂബ് തുറന്നാൽ നമ്മൾ ഫുള്ളായിട്ട് കാണുന്നത് ബിഗ് ബോസ് സീസൺ 6ൻ്റെ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ സുബിൻ കിറ്റ് ചെയ്യാൻ പോകുന്നു. അതിനുള്ള റീസൺ എന്താണ് എന്നാണ് ആർക്കും അറിയില്ല. ഏഷ്യാനെറ്റിൻ്റെ സൈഡിൽ നിന്നും യാതൊരു വിധത്തിലുള്ള ഇൻഫർമേഷനും അതിൽ നമുക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ലൈവ് അപ്ഡേറ്റ്സിൽ തന്നെ നമുക്ക് ഒരു ചെറിയ ക്ലൂ സിബിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഡയറക്റ്റ് പറയാതെ തന്നെ. അതായത് യാതൊരു വിധത്തിലുള്ള പരിഗണനയും ഇല്ലാത്ത ബിഗ് ബോസ് ഹൗസിൽ നിന്ന് തുടരാൻ തനിക്ക് താല്പര്യമില്ല. അതായത് ബിഗ് ബോസ് ഹൗസിലെ സഹമത്സരാർത്ഥികളോടോ അതേപോലെ തന്നെ ഗബ്രി, ജാസ്മിൻ ഇവരുടെയായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രശ്നം കൊണ്ടല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്നും സിബിൻ പുറത്തു പോകാൻ തയ്യാറെടുക്കുന്നത്. അതായത് തനിക്ക് യാതൊരു പരിഗണനയും ലഭിക്കാത്ത ബിഗ് ബോസ് ഹൗസിൽ നിന്ന് താൻ എന്തായാലും പുറത്തു പോകും, അതിന് ആരും തടയാൻ നിൽക്കണ്ട എന്നാണ് സിബിൻ മറ്റു മത്സരാർത്ഥികളോട് പറയുന്നത്. ക്യാപ്റ്റനായ ശ്രീധുവും അതേപോലെ തന്നെ ജിൻഡോയുമെല്ലാം സിബിനോട് പുറത്തു പോകാൻ പാടില്ല, ഇവിടെ തന്നെ നിൽക്കണമെന്ന് പറയുമ്പോഴും നിങ്ങളുടെ യാതൊരു വിധത്തിലുള്ള ഇഷ്യൂവും കൊണ്ടല്ല ഞാൻ പുറത്തു പോകാൻ പോകുന്നത്. എനിക്ക് യാതൊരു പരിഗണനയും ലഭിക്കാത്തൊരു സ്ഥലത്ത് കടിച്ചു തൂങ്ങി നിൽക്കാൻ നമുക്ക് സാധിക്കില്ല എന്നുള്ള ഒരു ഇൻഫർമേഷനാണ് സിബിൻ എപ്പിസോഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സിബിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ന്യായമുണ്ട്. അതായത് മറ്റ് മത്സരാർത്ഥികളോട് കമ്പയർ ചെയ്യുമ്പോൾ സിബിനോട് ലാസ്റ്റ് എപ്പിസോഡിൽ വീക്കെൻഡ് എപ്പിസോഡിൽ കാണിച്ചത് കൊടും ക്രൂരതയായിട്ട് നമുക്ക് വിലയിരുത്താം. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ സിബിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെസ്പോൺസ് എല്ലാം അതിനുള്ള ഏറ്റവും നല്ല ഉദാഹരണമാണ്. ലാസ്റ്റ് വീക്കിൽ അതായത് പവർ ടീമിൻ്റെ പവർ എന്താണെന്ന് തെളിയിക്കാൻ സിബിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതായത് സിബിൻ്റെ നേതൃപാടവം നമുക്ക് എടുത്തു പറയേണ്ടതാണ്. പവർ ടീമിൽ ഉണ്ടായപ്പോഴും അതേപോലെ തന്നെ മറ്റ് ടീമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോഴും സിബിൻ ആ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ആ ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സിബിന് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതൊന്നും പരിഗണിക്കാതെ ഒരു ചെറിയൊരു ആംഗ്യത്തിൻ്റെ പേരിൽ സിബിന് അത്രയധികം വഴക്കും അതേപോലെ തന്നെ ഇൻസൾട്ടും നേരിടേണ്ടി വന്ന എപ്പിസോഡാണ് ലാസ്റ്റ് എപ്പിസോഡ്.